ഹലോ, എല്ലാവർക്കും പ്രകൃതി മലയാളത്തിലേക്ക് സ്വാഗതം. ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുള്ള ഒന്നാണ് കേട്ടോ അത്തിപ്പഴം. പഴുത്ത അത്തിപ്പഴം പോലെ ഉണങ്ങിയ അത്തിപ്പഴവും ഒരുപോലെ പോഷകസമ്പന്നമാണ്. ഒമേഗ-6 ഫാറ്റി ആസിഡുകളുടെ കലവറ കൂടിയാണ് കേട്ടോ ഇത്. കാൽസ്യം, മഗ്നീഷ്യം, കോപ്പർ, പൊട്ടാസ്യം, വൈറ്റമിൻ കെ എന്നിവയൊക്കെ ഈ അത്തിപ്പഴത്തിലുണ്ട് കേട്ടോ. ഫൈബർ നല്ല അളവിലുള്ളതിനാൽ തന്നെ കുടലിൻ്റെ ആരോഗ്യത്തിന് ഏറെ നല്ലതാണ് കേട്ടോ അത്തിപ്പഴം. ദഹന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയിട്ട് ഇവ വളരെ നല്ലതാണ്. ഉണങ്ങിയ അത്തിപ്പഴം കുതിർത്ത് കഴിക്കുന്നത് കൊണ്ട് നിരവധി ഗുണങ്ങളുണ്ട് കേട്ടോ. രാവിലെ വെറും വയറ്റിൽ കുതിർത്ത അത്തിപ്പഴം കഴിക്കുന്നത് വണ്ണം കുറയ്ക്കാനും മലബന്ധം തടയാനും ഗുണം ചെയ്യുന്നുണ്ട്. ചർമ്മത്തിൻ്റെ ആരോഗ്യത്തിനും അത്തിപ്പഴം പതിവായി കഴിക്കുന്നത് നല്ലതാണ് കേട്ടോ. കരളിൻ്റെ ആരോഗ്യത്തിനും ഇവ നല്ലതാണ്. അത്തിപ്പഴം പതിവായി കഴിക്കുന്നത് ശരീരഭാരം കുറയ്ക്കാൻ വളരെ നല്ലതാണ്. അത്തിപ്പഴത്തിൽ പൊട്ടാസ്യം വലിയ രീതിയിൽ അടങ്ങിയിട്ടുണ്ട്. അതേസമയം സോഡിയത്തിൻ്റെ അളവ് വളരെ കുറവാണ് കേട്ടോ. തന്മൂലം രക്തസമ്മർദ്ദം കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഇത് വളരെ നല്ല രീതിയിൽ ഉപയോഗപ്രദമാവുന്നുണ്ട്. ഗ്ലൈസമിക് സൂചിക കുറഞ്ഞ പഴമാണ് കേട്ടോ അത്തിപ്പഴം എന്ന് പറയുന്നത്. ഇത് ഡയറ്റിൽ ഉൾപ്പെടുത്തുന്നത് രക്തത്തിലെ പഞ്ചസാരയുടെ അളവിനെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട്. കൊളസ്ട്രോൾ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണെങ്കിലും അത്തിപ്പഴം കഴിക്കാം കേട്ടോ. ആൻറ്റി ഓക്സിഡൻസ് ധാരാളം അടങ്ങിയത് കൊണ്ട് തന്നെ ഹൃദയാരോഗ്യവും സംരക്ഷിക്കപ്പെടുന്നുണ്ട്. കാൽസ്യം, ഫോസ്ഫറസ് എന്നിവ അടങ്ങിയിട്ടുള്ള ഈ അത്തിപ്പഴം എല്ലുകളുടെയും പല്ലുകളുടെയും ആരോഗ്യത്തിന് ഏറെ ഗുണകരമാണ് കേട്ടോ. ഇതിലടങ്ങിയിരിക്കുന്ന അയേണ് അനീമിയ വരാതിരിക്കാൻ വേണ്ടിയിട്ടും ഹീമോഗ്ലോബിൻ്റെ അളവ് കൂട്ടാനും ഗുണം ചെയ്യുന്നുണ്ട്. ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ആരോഗ്യ വിദഗ്ധൻ്റെയോ ന്യൂട്രീഷനിസ്റ്റിൻ്റെയോ ഉപദേശം തേടിയ ശേഷം മാത്രമേ നമ്മൾ ഭക്ഷണക്രമത്തിൽ മാറ്റം വരുത്താൻ പാടുള്ളൂ. നമ്മൾ ഒരിക്കലും ഇതെല്ലാം നിങ്ങൾ കഴിക്കണമെന്ന് പറയുന്നില്ല. നമ്മുടെ ചുറ്റുവട്ടത്തുള്ള പ്ലാന്റ്സിന് ഇത്തരം ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുണ്ടെന്ന് പറയുന്നത് മാത്രമാണ് ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ.